ഹായ് ഹലോ നമസ്കാരം. അപ്പം ഇന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു റെസ്പെക്റ്റിൽ താഴെ വന്നാൽ മാക്സിമം ഒരു 127% ആണ് അതിൻ്റെ ഇത്. നമുക്ക് നേരിട്ട് ഇവിടെ നിന്ന് പുട്ട് ഓപ്ഷൻ എടുക്കരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു 127 മാക്സിമം വന്നിട്ട് റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത്രയെങ്കിലും വന്നിട്ട് ഇറങ്ങുകയാണെന്നുവെച്ചെങ്കിൽ നമുക്ക് അടുത്ത മൂവ്മെൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ ഇതിന് പറ്റിയൊരു പുട്ട് ഓപ്ഷൻ സൈഡ് വരുന്നത് ഈ ഒരു ഏരിയയിൽ മാത്രമാണ്. ഇതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മുമ്പത്തെ ബേസ്മെൻറ്റ് വെച്ചിട്ടില്ല, 2682 റേഞ്ചിലൊക്കെയാണ്. അവിടെ ഇനി ഇപ്പം നിലവിലുണ്ടാക്കുന്ന ബേസ്മെൻറ്റിന് അവിടെ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കാം. എക്സ്റ്റൻഷൻ ടൂൾ വെച്ചിട്ട് 1 മിനിറ്റ് ക്യാൻഡിലുകളിലാണല്ലോ നോക്കുന്നത്. ഇത് ഇന്നത്തെ സ്റ്റാർട്ടിങ് ആയിരുന്നു. നേരെ മുകളിലേക്കൊന്ന് കയറിയിട്ട് തിരിച്ച് വന്നു. നമ്മളെ പറഞ്ഞ ഏകദേശം ഈ ഒരു റേഞ്ചാണ്. ഇവിടെ നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ട് ഇറങ്ങിയാലേ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് താഴത്തേക്കുള്ള റെഗുലർ മൂവ്മെൻറ്റ് ആയിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ബേസ്മെൻറ്റ് നോക്കിയിട്ടൊരു തേർഡ് വേവ് ഇവിടെ ഫിനിഷ് ചെയ്ത്, ഫിഫ്ത്ത് വേവും ഫിനിഷ് ചെയ്ത്, ഇതൊരു ABC ആണ്. സി ഇവിടെ വരെയൊക്കെ വരാം. ഈ ഒരു 25764 സപ്പോർട്ട്. മുകളിലേക്ക് നമ്മൾ ചെയ്യുന്ന വ്യൂക്ക് ഈ ഒരു സപ്പോർട്ടായിരിക്കും ഉള്ളത്, 25764. ഇതിന് ശേഷം ഇതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വെച്ചാൽ നമുക്ക് കയറി ഏകദേശം ഈ ഒരു 26071 വരെയൊക്കെ ഇത് മൂവ് ചെയ്യാം. പിന്നെ ഏകദേശം എവിടെയായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ഫിബ് റീട്രേസിൻ്റെ ഫെയർ ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ സൈസ് വരണം നോക്കാം. ഓൾമോസ്റ്റ് അവിടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്ട്രൈറ്റ് നാളെ ഈ ഒരു ഏരിയക്ക് കിട്ടിയാൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ എടുക്കാൻ പറ്റും ഈസി ആയിട്ട്. ഈ ഒരു എഡ്ജിൽ 26200 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കീപ്പ് ചെയ്തിട്ട് താഴേക്ക് അത്യാവശ്യം നല്ല പോയിൻ്റ് ഉണ്ടാവും. ഇവിടെ നിന്നാണ് തുടങ്ങുക. 26070 റേഞ്ചിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം താഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോയിൻ്റ് മൂവ് ചെയ്യും. ഒരു 26950 വരെയൊക്കെ വരാം. അപ്പോൾ 130-135 പോയിൻ്റ് ഉണ്ട്. അത് നല്ലൊരു ട്രേഡ് ഓപ്ഷൻ ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് ഈ റേഞ്ചിലായിരിക്കും. അതുകൊണ്ട് ക്വാണ്ടിറ്റി കുറച്ചെടുത്തിട്ട് ഹോൾഡ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണിത്. ഇതിപ്പോൾ നിലവിലുള്ള ഈ ഒരു ബേസ്മെൻറ്റ് വെച്ചിട്ട് കേട്ടോ, ഈ ഒരു 25760 താഴെ പോയതിന് ശേഷമാണ് കയറണമെങ്കിൽ റിസ്ക്കാണ്. ഇവിടെ റെസിസ്റ്റൻസ് വരും, എന്നാലും റിസ്ക് കൂടുതലുണ്ട്. അപ്പോൾ മാക്സിമം റിസ്ക് കുറച്ച് സ്റ്റോപ്പ് ലോസ് ക്വാണ്ടിറ്റി കുറച്ചിട്ട് എടുക്കുന്നതാവും നല്ലത്. ഒരു റിജക്ഷൻ കിട്ടുമ്പോൾ ഇറങ്ങി പോകാവുന്ന രീതിയിൽ നമുക്ക് സ്കാൽപ്പ് മോഡായിട്ട് ഉപയോഗിക്കാം. ഇതിനെ തന്നെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ പറഞ്ഞ മാതിരി താഴത്തേക്ക് ഒരു 10-150 പോയിൻ്റോളം ഇടിഞ്ഞിട്ടേ പിന്നെ കയറാൻ സാധ്യതയുള്ളൂ. അതിപ്പോൾ താഴത്തേക്കായാലും മുകളിലേക്കായാലും ഈ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടേ മൂവ് ചെയ്യത്തുള്ളൂ. സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഈ 260 മുകളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രീവിയസ് ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിൽ കൊടുത്താൽ മതി. 26200 മുകളിൽ വെച്ചാൽ മതി. അതാണ് ഈസി ആയിട്ടുള്ളൊരു ട്രേഡ് മോഡ്. നാളെ നേരെ താഴത്തേക്ക് വന്നത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ചിലപ്പോൾ കണ്ടിന്യൂഷൻ വരാം താഴത്തേക്ക്. ഈ ഒരു പാറ്റേൺ സ്വഭാവം വെച്ചിട്ട് ഇവിടുന്ന് കണ്ടിന്യൂഷൻ കയറാതെ വരുന്നത് വളരെ അസ്വാഭാവികമാണ്. എൻ്റെ ഒരു പ്രതീക്ഷ മുകളിൽ പോയിട്ട് വരുന്നതാണ്. അങ്ങനെ വെച്ചാൽ നല്ലൊരു ട്രേഡ് മോഡ് ഉണ്ട് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളേക്ക്. ഓക്കെ, താങ്ക് യു. ബാക്കിയൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു പാറ്റേണും സൈസുകളും കാര്യങ്ങളും തന്നെയാണ്.